മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 57ാം വാർഷികാഘോഷം നടന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി, അധ്യാപക രക്ഷാകർതൃദിനം, യാത്രയയപ്പ് സമ്മേളനം തുടങ്ങിയ പരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. സ്കൂളിൽ നടന്ന വാർഷികാഘോഷം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏറെ മുന്നേറിയ കാലഘട്ടമാണെന്ന് MLA പറഞ്ഞു. മികച്ച കെട്ടിടം, ഭൗതിക സാഹചര്യങ്ങൾ തുടങ്ങി മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത്തരം സ്ഥിതിവിശേഷം സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായാണ് നടപ്പിലായതെന്നും MLA വ്യക്തമാക്കി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ അനാച്ഛാദനം ചെയ്തു. PTA പ്രസിഡന്റ് CD പരമേശ്വരൻ എൻഡോമെന്റ് വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ സമ്മാനദാനം നിർവഹിച്ചു. PR ഷെൽജി റിപ്പോർട്ട് അവതരണം നടത്തി. പഞ്ചായത്ത് അംഗം TO ജോയ്, പ്രിൻസിപ്പൽ സന്തോഷ് T ഇമ്മട്ടി, സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക CO ഫ്ലോറൻസ്, LP സ്കൂൾ പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ, ജനറൽ കൺവീനർ ജസ്റ്റിൻ ജോസ്, റിട്ടയർമെന്റ് കമ്മിറ്റി കൺവീനർ PT ജേസൺ, സ്കൂൾ ചെയർപേഴ്സൺ നന്മ മെരിയ എന്നിവർ സംസാരിച്ചു. ഈ വർഷം വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ ആൻഡോ C കാക്കശ്ശേരി, ഹിന്ദി അധ്യാപിക ക്രിസ്റ്റി ജോസഫ് ആളൂർ, ഗണിതാധ്യാപിക ഫെബി പീറ്റർ, ലാബ് അസിസ്റ്റന്റ് ഷൈനി PM എന്നിവരെ മുരളി പെരുന്നെല്ലി MLA ചടങ്ങിൽ ആദരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഡോക്ടറേറ്റ് നേടിയ വിദ്യാലയത്തിലെ കായികാധ്യാപകൻ സിജു P ജോൺ, വിദ്യാരംഗം അധ്യാപക കലാസാഹിത്യ പുരസ്കാരം നേടിയ ചിത്രകലാധ്യാപകൻ CT ജോൺസൺ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി.